എനിക്ക് വല്ലപ്പോഴും പേടിയുണ്ട്, മോശയ്ക്കുണ്ടായ ദുരനുഭവം നമുക്ക് ആർക്കുണ്ടാകരുത്. അതായത് മോശ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കൊണ്ടുപോകുന്നതും അത് കാനാൻ ദേശത്തേക്കാണ്, തേനും പാലും ഒഴുകുന്ന കാനത്. പക്ഷെ അവസാനം ദൂരേന്ന് കാണാനേ അവന് പറ്റുന്നുള്ളൂ, ആ കാല് കുത്താൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പള്ളിയിലൊക്കെ വരികയും കുർബാന കാണുകയും അല്ലെങ്കിൽ ബൈബിൾ വായിക്കുകയും ധ്യാനമൊക്കെ കൂടി എല്ലാം ദൂരേന്ന് കണ്ടിട്ട് പോകുന്ന മോശയെ പോലെ തീരുവോ? അതോ അത് സ്വന്തമാക്കാൻ എത്ര പേർക്ക് സാധിക്കുമായിരിക്കും? ആ യേശുവിനെ സ്വന്തമാക്കാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്? അതാണ് സഭയുടെ വലിപ്പം, മഹത്വം. ഹല്ലേലൂയാ. ദൂരേന്ന് മാത്രം കണ്ടു, എല്ലാം കണ്ടു. ദൂരെന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ ദൂരമല്ല, അടുത്ത് നിൽക്കുന്നവൻ പോലും അകലെയാ ചിലപ്പോൾ. അതാണ് അടുത്ത് ഏറ്റവും ബലവീടത്തോട് മുട്ടി നിൽക്കുന്നവൻ പോലും ചിലപ്പോൾ കിലോമീറ്ററിലേക്ക് ദൂരെയായിട്ട് തരാറുണ്ട്. ചിലപ്പോൾ കിലോമീറ്ററിലേക്ക് ദൂരെ നിൽക്കുന്ന ചിലപ്പോൾ ഇതിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നത് ആരിനകത്ത് ദൂരേന്ന് മോശയ്ക്ക് പോലും പറ്റിയ പോലെ ദൂരേന്ന് കണ്ടിട്ട് പോകുന്നവരായിട്ട് ക്രിസ്ത്യാനികൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ഈശോയെ കണ്ടിട്ട് പോകുന്നു, കേട്ടിട്ട് പോകുന്നു, രോഗശാന്തി നേടിയെടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ ഈശോയെ എത്ര പേര് സ്വന്തം